2 ദിവസം മുമ്പത്തെ പോലെയല്ല കാര്യങ്ങൾ. മുഖ്യധാരാ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിക്കെതിരായ ചർച്ചകൾ കൂടി നടത്താൻ നിർബന്ധിതരായിരിക്കുന്നു. ഏഷ്യാനെറ്റാണോ മനോരമയാണോ അതോ മാതൃഭൂമിയാണോ ആദ്യം പരിശോധിക്കേണ്ടതെന്ന ആത്മസംഘർഷത്തിലാണ് ന്യൂസ് ലാബ്. ഇനിയും പറയാതെ പോയാൽ ഈ വാർത്താ ചാനലുകളുടെയൊക്കെ സോഷ്യൽ മീഡിയ പേജുകളുടെ കമൻറ്റ് ബോക്സുകളിൽ ലോഡ് കണക്കിന് തെറി വീഴുമെന്ന് ഉറപ്പായപ്പോഴല്ലേ ഇല്ലോളം വൈകിയാണെങ്കിലും സർക്കാരിനെ വിമർശിക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറായത്? സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിച്ച ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും സതീശനെ താഴെ ഇറക്കാനുള്ള പുറപ്പാടിലാണോ അതോ തല്ലാൻ കൈയോങ്ങിയിട്ട് തടവി വിടാനാണോ പദ്ധതി? മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും അവർ ചെയ്ത വാർത്തകളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന വിമർശന വിധേയമാക്കുന്ന ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഒന്നാമതായി ഏഷ്യാനെറ്റ് നോക്കാം. വിനു വി ജോണാണ് അവതാരക വേഷത്തിൽ. സർക്കാരിനെതിരായ വിഷയത്തിൽ PG സുരേഷ് കുമാറിന് പകരം വിനു വി ജോൺ വരുന്നത് തന്നെ പറഞ്ഞു തേഞ്ഞു പോയ വാചകം ആണെങ്കിലും കാലത്തിൻ്റെ കാവ്യനീതി എന്ന് തന്നെ പറയേണ്ടി വരും. മുഖ്യമന്ത്രി VD സതീശനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കമാണോ? സതീശനെതിരെ യുവാക്കളെ കളത്തിലിറക്കുകയാണോ? ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നവർക്ക് പിന്നിൽ കളിക്കുന്നത് കോൺഗ്രസിലെ ഉന്നതരാണോ? സതീശനെ താഴെയിറക്കാൻ പലവിധ തന്ത്രങ്ങൾ പയറ്റുകയാണോ? സതീശനും അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നുണ്ടോ? കേരളത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങി മറിയുകയാണോ? ഈ 6 ചോദ്യങ്ങളുടെയും ആകത്തുക പരിശോധിച്ചാൽ ന്യൂസ് ലാബിന് മനസ്സിലായ സംഗതി ഇത് സതീശൻ അനുകൂല ചർച്ച തന്നെയാണ് എന്നുള്ളതാണ്. അതായത് കോൺഗ്രസിനുള്ളിൽ സതീശനെതിരെ വലിയ പടപ്പുറപ്പാട് നടക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഇത് കരുതിയിരിക്കണം. നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ അവരുടെ പാർട്ടി തന്നെ പണിയെടുക്കുന്നുവെന്ന തന്ത്രപരമായ ആശയപ്രചാരണമാണ് വിനു ലക്ഷ്യം വെക്കുന്നതെന്ന് വ്യക്തം. വെറും 2 മാസം മാത്രം പ്രായമുള്ള സർക്കാരിനെ ഇങ്ങനെ ഇഴുത്തുന്നത് വളരെ മോശമാണെന്നാണ് മാധ്യമപ്രവർത്തകനായ കടുത്ത ഇടതുവിരോധിയായ രാജേഷ് രാമേന്ദ്രൻ്റെ സുചിന്തിതമായ അഭിപ്രായം. രാജേഷ് പറഞ്ഞു കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ വിനു ഇടപെടുന്നുണ്ട്. അതും സതീശൻ്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വിനുവിൻ്റെ ഇടപെടൽ. അതായത് ഈ നടക്കുന്ന നിയമനങ്ങളൊന്നും സതീശൻ നടത്തുന്നതല്ല, പകരം ഉന്നതരായ നേതാക്കൾ ശുപാർശ ചെയ്തവരെ നിയമിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് വിനു പറഞ്ഞു വെക്കുന്നു. അയ്യോ, സതീശൻ അത്ര നിഷ്കളങ്കനെന്ന് പ്രേക്ഷകരിൽ വികാരം ജനിപ്പിക്കുകയാണ് വിനു ചെയ്യുന്നത്. നിലവിൽ സതീശൻ അനുകൂലിയായ മുൻ ഇടതമ്പി കൂടിയായ സെബാസ്റ്റ്യൻ പോൾ പറയുന്നത് KSU സംസ്ഥാന അധ്യക്ഷനെ കാണാത്ത രീതിയിൽ മുഖ്യമന്ത്രി നടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടെന്ന് തന്നെയാണ്. ഇനിയുള്ള അതിഥി പ്രമോദ് പുഴങ്കരയാണ്. പുഴങ്കര സാഹിത്യം വിളമ്പാൻ തൽക്കാലം ന്യൂസ് ലാബിന് സൗകര്യമില്ല. മനോരമയിൽ ചർച്ച നയിക്കുന്നത് അയ്യപ്പദാസ്. എന്തുകൊണ്ടാണ് അലോഷ്യസ് സേവ്യർ എന്ന KSU സംസ്ഥാന അധ്യക്ഷനെ മൈൻഡ് ചെയ്യാതെ മുഖ്യമന്ത്രി കടന്നുപോയത്? പരസ്യ വിമർശനം വല്ലാതെ മുഖ്യമന്ത്രിയെ അലോസരപ്പെടുത്തിയോ? വിമർശനത്തിൻ്റെ സമയവും സാഹചര്യവും മനസ്സിലാക്കാതെ പരിധി വിട്ടോ KSU അധ്യക്ഷൻ? ഇങ്ങനെ ചോദ്യങ്ങൾ തുടങ്ങിയ അയ്യപ്പദാസ് തുടർന്ന് കടക്കുന്നത് ചാനൽ ചർച്ചയിലെ പതിവ് മുഖങ്ങൾ പോലും മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു എന്നതിലേക്കാണ്. പിന്നീട് അയ്യപ്പദാസ് ചോദിച്ചൊരു ചോദ്യം ന്യൂസ് ലാബിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. പരസ്യ വിമർശനങ്ങൾക്ക് ഒരു മടിയും കാണിച്ചിട്ടില്ലാത്ത VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ വിമർശന വിരുദ്ധനായോ? ഇതൊരു മൗലികമായ ചോദ്യമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഒരു മറയും മടിയുമില്ലാതെ വിമർശനം ഉന്നയിച്ചയാളാണ് VD സതീശൻ. അക്കാര്യം മനോരമയ്ക്ക് അങ്ങനെ മറന്നുപോകാൻ കഴിയില്ലല്ലോ. അനിൽ ബോസിലേക്കായിരുന്നു അയ്യപ്പദാസ് ആദ്യം പോയത്. സതീശനെ മാത്രമല്ല, കോൺഗ്രസ് നേതാക്കളായ മരിച്ചുപോയവരെയും ജീവിച്ചിരിക്കുന്നവരെയും വെളുപ്പിച്ചെടുക്കാൻ വല്ലാതെ പണിപ്പെടുകയായിരുന്നു. എന്നാൽ അയ്യപ്പദാസ് ഇടയ്ക്ക് കയറിക്കളഞ്ഞു. വിവാദമായ നിയമനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. സതീശനെതിരായ വിമർശനമൊക്കെ ഈ പാർട്ടിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ജനാധിപത്യത്തിൻ്റെ മനോഹാരിതയായി വാഴ്ത്തുകയാണ് അനിൽ ബോസ്. ഞങ്ങൾ 2 മാസം കൊണ്ട് എല്ലാം ശരിയാക്കിയെന്ന് ആവർത്തിച്ച് പറയുന്ന അനിൽ ബോസിനോട് ഒരു കാര്യം ബഹുമാന പുരസ്സരം പറഞ്ഞുകൊള്ളട്ടെ. കരണ്ട് കട്ട് സഹിക്കവയ്യാതെ നാട്ടുകാർ തെറിവിളിയുടെ പൂരത്തിന് തുടക്കമിട്ടിട്ടുണ്ട്. ഇങ്ങനെ കഷ്ടപ്പെട്ട് വെളുപ്പിക്കുന്നതിനിടയ്ക്ക് ഇതൊക്കെ അങ്ങ് കാണാതെ പോകരുതല്ലോ. പിന്നീട് സംസാരിച്ചത് CPM പ്രതിനിധിയായ SK സജീഷ് ആയിരുന്നു. KSUവിൻ്റെ സംസ്ഥാന നേതാവിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറാൻ പറ്റുന്നില്ല.
എന്നാൽ മറ്റു പലർക്കും അവിടെ കയറാൻ പറ്റുന്നുണ്ടല്ലോ എന്നതായിരുന്നു സജീഷ് ഉന്നയിച്ച വാദത്തിൻ്റെ ഉള്ളടക്കം. അതായത് ഹിന്ദു ഐക്യവേദിക്കാർ അടക്കമുള്ളവർ കയറിയ കാര്യമടക്കം ഇതിൽ വരും. കെ പി ശശികലയ്ക്കും ആർ വി ബാബുവിനും കയറാവുന്ന ഇടമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. RSS നേതാവായ ആളെ പ്ലീഡറാക്കുന്നു. ഗവർണർക്ക് സർവകലാശാലകളെ സംഘപരിവാർ വൽക്കരിക്കാൻ ഇടം നൽകുന്നു. പിന്നെ സതീശൻ നടത്തുന്ന നുണകളുടെ ഘോഷയാത്രകൾ. ഇങ്ങനെ നീളുന്നു സജീഷിൻ്റെ വാദം. അതായത് കേരളത്തിലെ ഒരു കോൺഗ്രസ്സുകാരനും മറുപടിയില്ലാത്ത കാര്യങ്ങളാണ് സജീഷ് ചൂണ്ടിക്കാണിക്കുന്ന വസ്തുത. അത്രയും ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സജീഷ് തൻ്റെ ആദ്യ അവസരം അവസാനിപ്പിക്കുന്നത്. VD സതീശൻ ഒരു കള്ളക്കളി കേരളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കള്ളക്കളി കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇനി വൈകാതെ മറ്റുള്ള കാര്യങ്ങൾ കൂടി കൂടുതൽ മനസ്സിലാക്കപ്പെടും. ഈ കളവും കൊണ്ട് ഏറെക്കാലം പോകാമെന്ന് കരുതരുത്. എല്ലാ ദിവസവും അദ്ദേഹം നുണ പറയുകയാണ്. അദ്ദേഹം നുണ പറയുന്നില്ലെന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല. അനിൽ ബോസ് കൊണ്ടുവന്ന കോൺഗ്രസിൻ്റെ ശവപ്പെട്ടിയിൽ അവസാന ആണിയും അടിച്ചു കഴിഞ്ഞു SK സജീഷ്. ഭരിക്കാൻ പവർ ഗ്രൂപ്പോ? ഈ തലക്കെട്ടിലായിരുന്നു മാതൃഭൂമി ന്യൂസും ഇതേ വിഷയം ചർച്ച ചെയ്തത്. സതീശനെ തുറന്ന് വിമർശിക്കുന്ന ജിൻഡോ ജോൺ പങ്കെടുത്തു എന്നതായിരുന്നു ഈ ചർച്ചയുടെ ഹൈലൈറ്റ്. പക്ഷേ സതീശനെ ചാനൽ മുറിയിൽ വിചാരണ ചെയ്യാൻ ജിൻഡോ തയ്യാറായില്ല. ജിൻഡോയുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് അവതാരക ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൽ നിന്ന് പിന്നാക്കം പോകാൻ ജിൻഡോ തയ്യാറായതുമില്ല. മാതൃഭൂമി ചർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. കാരണം കോൺഗ്രസ്സുകാരനായ MN കാരശ്ശേരിയും മാധ്യമപ്രവർത്തകൻ്റെ വേഷത്തിൽ കോൺഗ്രസിനെ വെളുപ്പിക്കുന്ന KG ജ്യോതിർഘോഷും പേരിന് CPM പ്രതിനിധിയായി AK ഷാനിബും പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും സതീശന് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് കാരശ്ശേരി ചർച്ച വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പാർട്ടിയിൽ നിന്ന് പാര വരുമെന്ന് ജ്യോതിർഘോഷും ഓർമ്മിപ്പിക്കുന്നു. എന്തൊരു കരുതൽ! എന്ത് തന്നെ വിമർശനം റിപ്പോർട്ടർ TVക്കെതിരെ ഉന്നയിച്ചാലും ചില സമയങ്ങളിൽ അവർ എടുക്കുന്ന നിലപാട് അങ്ങേയറ്റം ജനപക്ഷ നിലപാടാണ്. ഇരുട്ടിന് ഉത്തരവാദിയില്ലേ എന്ന തലക്കെട്ടിലായിരുന്നു മീറ്റ് ദ എഡിറ്റേഴ്സിൽ ചർച്ച. KSU നേതാക്കളുടെയോ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെയോ കോൺഗ്രസ് വക്താക്കളുടെയോ പിണക്കത്തിന് പിന്നാലെ പോകാതെ കേരളത്തിലെ ജനങ്ങളെ ആകമാനം ബാധിക്കുന്ന കരണ്ട് കട്ട് വിഷയത്തിലായിരുന്നു അവരുടെ ചർച്ച. ഇന്നലത്തെ ന്യൂസ് ലാബ് ചൂണ്ടിക്കാണിച്ചതും ഇതേ വിഷയമായിരുന്നു. കാരണം ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന, അവരെ സ്പർശിക്കുന്ന വിഷയങ്ങൾക്കാണ് എത്തിക്കൽ ജേർണലിസം അല്ലെങ്കിൽ ഉത്തരവാദിത്ത മാധ്യമപ്രവർത്തനം മുന്നോട്ട് വയ്ക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ മുൻഗണന നൽകേണ്ടത്. ഇക്കാരണത്താൽ റിപ്പോർട്ടർ TVയുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് അഭിനന്ദനം അർഹിക്കുന്നു. ആദ്യം സംസാരിച്ച PR സുനിൽ KCBയെയും വൈദ്യുത വകുപ്പ് മന്ത്രിയെയും എടുത്തിട്ട് അലക്കി ഉണക്കാനിട്ടു. സ്മൃതി പരുത്തിക്കാടിൻ്റെ അവസരം വന്നപ്പോൾ അവർ പറഞ്ഞൊരു പ്രധാന വാചകം പറയാം. കറണ്ട് കട്ടിനെ രാഷ്ട്രീയമായ ഒരു പരിഹാസത്തിനുള്ള സമയമായി താൻ കാണുന്നില്ല. ഇന്ദിരാ കട്ടെന്നോ പൂക്കിക്കട്ടെന്നോ പറയേണ്ട സാഹചര്യമല്ല. നമുക്ക് മഴയില്ല, കാലാവസ്ഥ മാറുന്നു, അതുപോലെ ഉപഭോഗം കൂടുന്നു എന്ന കണക്കുകളും നമുക്ക് മുന്നിലുണ്ട്. രാജ്യത്താകെയും വൈദ്യുത പ്രതിസന്ധിയുണ്ട്. ഇത്രയും പറയുമ്പോൾ സ്മൃതിയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ജനങ്ങളെ കുറ്റം പറഞ്ഞുള്ള സ്മൃതിയുടെ അവതരണം ഒരു നിലയ്ക്കും യോജിക്കാവുന്ന ഒന്നല്ല. എന്നാൽ ഇതുകൊണ്ടൊന്നും മീറ്റ് ദ എഡിറ്റേഴ്സ് ചർച്ചയുടെ അന്തസത്ത ഇല്ലാതാകുന്നില്ല. കാരണം സ്മൃതിയുടെയും മാധുവിൻ്റെയും ചോദ്യങ്ങൾക്ക് അരുൺകുമാർ വളരെ കൃത്യമായി ഉത്തരം നൽകിയിട്ടുണ്ട്. സർക്കാരിൻ്റെ അങ്ങേയറ്റം ഉത്തരവാദിത്തരഹിത നടപടി എന്നാണ് അരുൺകുമാർ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. ഇന്നലെ പറഞ്ഞത് ആവർത്തിക്കേണ്ടി വരികയാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ സതീശൻ സഞ്ചരിക്കുന്നത് സതീശൻ നിശ്ചയിച്ച വഴിയിൽ കൂടി മാത്രമാണ്. അതിൽ നിന്ന് ഒരിഞ്ചു മാറാൻ സതീശൻ തയ്യാറുമല്ല. ആ സഞ്ചാരപാതയിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു റോളുമില്ല. KSU അല്ല. ഇനിയിപ്പോൾ ഹൈക്കമാൻഡ് ഇറങ്ങി വന്ന് പറഞ്ഞാലും സതീശൻ അനുസരിക്കണമെന്നില്ല. പക്ഷേ ഒരു നാൾ. ന്യൂസ് ലാബിൻ്റെ ഇന്നത്തെ ലക്കം പൂർണ്ണമാകുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. വിമർശനങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.